അങ്ങനെ ഗായ്സ് ഇവരുടെ സ്വപ്ന ഡ്രീം ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അല്ലേ. അപ്പൊ ഇതാക്കുന്ന ഇവിടെ നമ്മുടെ നെസസിറ്റി എന്താ ഇർഫാന ഇബ്രാഹിം ഉണ്ട്, അതേപോലെ ഫുഡ് ഷീലു ഉണ്ട്. ഷീലു ആണെങ്കിൽ ഒരു മാസം മുന്നേ ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ട് മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ ഇർഫാനെ വണ്ടിച്ചെന്ന് അതിൽ കയറി ഒരു ഉളുപ്പില്ല. ഇനി അതെ ഛർദിക്കുന്നോണ്ടാണ്. ഷീലു ഛർദിക്കുന്ന തന്നെയല്ലേ പറഞ്ഞിന്. ഇനി ബാക്കിൽ ഇരുന്നാണ്ട് ഓളം മേത്തേക്ക് ഛർദിച്ചോണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കലും എനിക്കിപ്പോ ഇതൊരു അഭിമാന നിമിഷമാണ്. കാരണം നമ്മൾ ഭർത്താക്കന്മാര് പെണ്ണുങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് അടുക്കളയിൽ ഇട്ടുകാണ്ട് അടുക്കളയിൽ അന്തർജനാക്കരുത് അല്ലേ. അപ്പൊ ഈ എങ്ങനെ അന്തർജനാക്കുന്നവരോ. അപ്പൊ ഇവരങ്ങനെ ഒരു ഡ്രീം ട്രിപ്പ് ആയിട്ടില്ല. അതായത് 6 മാസത്തെ ചർച്ചയ്ക്ക് ശേഷം ഇവരൊരു ട്രിപ്പ് പോവാണ്. അപ്പൊ എത്ര ദിവസം ഉണ്ട് നിങ്ങൾ വരിക? 4 ദിവസം കഴിയൂല്ലേ. കാരണം ട്രിപ്പ് എടുക്കാൻ കോഴിക്കോട് അല്ലേ. ഇവിടുന്ന് 30 മിനിറ്റേ ഉള്ളൂ കോഴിക്കോട്ടേക്ക്. 6 മാസം പ്ലാൻ ചെയ്ത് കാണണ്ട. അല്ല ഇനി അടുത്ത നിങ്ങൾ കാശ്മീർക്ക് പോകണം കേട്ടോ. അടുത്ത പ്രാവശ്യം അവിടേക്ക് പോകണം. അതിനെ കോഴിക്കോട്ടേക്ക് തന്നെ ഇവളൊക്കെ മാപ്പിളിനോട് 28 ചോദിച്ചിരിക്കണേ പോട്ടെ. എന്തായാലും കുഞ്ഞോളെ എന്തായാലും അടിച്ചു പൊളിച്ച് ഉഷാറായിട്ട് വരിക. കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അപ്പൊ ഇനി ഗൈസ് കുട്ടികൾ 3 ഞാൻ നോക്കാം. 1 ഓളും നോക്കുക എന്നുള്ളതാണ്. ഫിദയാണ് ഡ്രൈവർ മെയിൻ. കാരണം ഓളെ ഇന്റർനാഷണൽ ഡ്രൈവറാണ് അല്ലേ. അശീലു ഫുഡിയാണ് ഓള്. നിങ്ങളെ സമയമാണ് ഈ ഒരു ദിവസങ്ങൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. കുഞ്ഞോളോടാണ് 3 കുട്ടികളെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട. കുട്ടികളെ കാര്യം ഒക്കെ ഞാൻ നോക്കും. ഇതിനെ ഈ പൊന്നും കൂടത്തിന് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്നാ ശരി പോയിട്ടോ. ഉഷാറാവട്ടെ. എന്താണ് കണ്ടോ അതാണ് അവസ്ഥ. അതായത് യാത്ര തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തിന് തുടങ്ങി. ഭയങ്കര സ്നേഹമാണ്. പോയി വരിട്ടോ. ഉഷാറാവട്ടെ. ജിബ്രാന് വണ്ടിയുണ്ട്.